പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താ ഇത് വൃത്തിയില്ലല്ലോ, ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം, അങ്ങനെയാണോ? ബട്ട് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു 4 or 5 years ചൈൽഡ് ഇത് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയം എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്പാണ്. ദാറ്റ്സ് എ ബിഗ് ടൈം. നമ്മളെല്ലാവരും വിചാരിക്കും ക്രാഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം, ക്രാഫ്റ്റ് മീൻസ് ഫൈനൽ പ്രൊഡക്റ്റ്, അത് ഫോട്ടോക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു സംഭവമായിട്ടാണ്. ബട്ട് ഇറ്റ്സ് റോങ്. നമ്മൾ ശരിക്കും ആ പിക്ചർ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് പോകും. പക്ഷെ അത് ചെയ്യാനെടുക്കുന്ന അവൻ്റെ ആ ഒരു ടൈം, അവൻ്റെ ആ ഒരു സ്കിൽ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനോ അവളോ യൂസ് ചെയ്ത ആ ഒരു സ്കിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോൾഡ്. അത് ചെയ്യുന്ന സമയത്ത്, കട്ടിങ് ചെയ്യുന്ന സമയത്ത് ഈവൻ എഫർട്സ് ഫുൾ വളഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പേപ്പർ കീറി, എന്നിരുന്നാലും അവനത് യൂസ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഫിംഗർ മസിൽസ് വർക്കൗട്ട് ചെയ്യാൻ, അല്ലേ? ഈ സ്മോൾ മസിൽസാണ് നാളെ അവന് പെൻസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷൂ ലേസ് പിടിക്കാൻ വേണ്ടിയിട്ട്, സ്പൂൺ പിടിച്ച് ഫുഡ് തനിയെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ സ്മോൾ മസിൽസാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള കട്ടിങ് പ്രാക്ടീസ് ഒക്കെയാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ റൈറ്റിംഗ് ടൈമിൽ ഈ ഒരു കട്ടിങ് പ്രാക്ടീസൊക്കെ ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവൻ്റെ ഒരു റൈറ്റിംഗ് ടൈമിൽ ആ ഒരു കുട്ടി കൂടുതൽ സ്ട്രഗിൾ ചെയ്യും. സിമ്പിൾ ആസ് ദാറ്റ്. ഗ്ലൂ എടുക്കുമ്പോൾ, ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂ എടുക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ഇത് കൂടിപ്പോയോ, കുറഞ്ഞോയോ, കുറച്ചും കൂടി വേണോ? വേണം. ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ. സോ ഇത് ശരിക്കും ബ്രെയിൻ കൺട്രോളാണ്, സെൽഫ് കൺട്രോളാണ്. ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ ഐ ഒട്ടിക്കണം, അത് മൂക്കിന് മേളിലാണോ താഴെയാണോ, ഇതൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്, അല്ലേ? സോ ദാറ്റ് ഈസ് പ്ലാനിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് വിഷ്വൽ തിങ്കിങ്. സോ വി ആർ നോട്ട് മേക്കിംഗ് ആർട്ട്, വി ആർ മേക്കിംഗ് ദ ബ്രെയിൻ സ്ട്രോങ്ങർ, ഒരു ജിം വർക്കൗട്ട് പോലെ. സോ ദ ബിഗ്ഗസ്റ്റ് ലെസൺ, പിക്ചർ അഗ്ലി ആയാലും അവൻ കരയാതെ ഞാനിത് ചെയ്തു, ഞാനിത് ചെയ്തു, മിസ് ഞാനത് ചെയ്തു, അമ്മ ഞാനിത് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. മാർക്കിനേക്കാളും ഫ്യൂച്ചറിൽ മാർക്കിനേക്കാളും A+-നേക്കാളും വാല്യുബിളാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അവൻ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കറേജ്, കോൺഫിഡൻസ്, ഇതാണ് നമ്മൾ മക്കൾക്ക് വളർത്തി കൊടുക്കേണ്ടത്, അല്ലേ? സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കുട്ടി ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ വൈ ഇസ് ഇറ്റ് മെസ്സി എന്ന് ചോദിക്കാതെ അതിന് പകരം അവൻ്റെ അടുത്തിരുന്ന് ചോദിക്കുക, ഈ ഒരു കാര്യം ചെയ്തപ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇതിൽ ഏത് ചെയ്തപ്പോഴാണ് ഇത്രയും നീ ചെയ്തുള്ളൂ, ഇതിൽ ഏത് ചെയ്തപ്പോഴാണ് നിനക്ക് ടഫായിട്ട് തോന്നിയത്? നിനക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ കാര്യം എന്താ? ഇങ്ങനെ ചോദിക്കും. സോ ഐ ആം ആൽഡ്രിൻ. നമുക്ക് കുട്ടികളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാം, നോട്ട് ജസ്റ്റ് പിക്ചർ. ബൈ.